ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച വെച്ചാൽ 2 ദിവസം മുമ്പ് കമ്മീഷൻ, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുകയല്ലേ. ആ പുറത്തു വിട്ടതിൻ്റെ അലയൊലികൾ, പത്രങ്ങൾ, മാധ്യമങ്ങൾ, യൂട്യൂബുകാർ, ചാനലുകൾ അതെല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഇത് ആഘോഷിക്കുന്നത് മാത്രമല്ല, ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത സാധാരണക്കാരും മറ്റു ജനങ്ങളും ഇങ്ങനൊരു പരിഹാസം ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണല്ലേ സിനിമയിൽ നടക്കുന്നത്. ഇവരുടെ റിപ്പോർട്ട് പ്രകാരം സിനിമയിൽ പോകുന്ന എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാവരും ഭീഷണിക്ക് വഴങ്ങിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറയുന്നതല്ലേ. കാരണം ഞാൻ ഈ സിനിമയായി ബന്ധമുള്ളത് കൊണ്ട് ചിലരൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ എത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഇപ്പോൾ പറയുന്ന, അതായത് സിനിമാ ലോകത്തെ ഒന്നടങ്കം ആക്ഷേപിച്ച് പറയുന്ന കാര്യത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. കാരണം കഴിഞ്ഞ 10-42 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണെന്ന് ആലോചിക്കണം. ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചില സംഭവങ്ങൾ നടന്നത്. എങ്ങനെ? ഒന്നുമില്ല എന്നുള്ളതല്ല, ഒറ്റയ്ക്കും തെറ്റയ്ക്കും നടക്കുന്നതെന്ന് വെച്ചാൽ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പിന്നെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ അവർ സമ്മതിച്ചില്ലെങ്കിൽ അവർ ഒരുപക്ഷെ ആദ്യത്തെ സിനിമയിൽ ഉണ്ടായിരിക്കാം, രണ്ടാമത്തെ സിനിമയിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിനൊരു തന്ത്രങ്ങളുണ്ട്. ഇതിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ പല രസകരമായ സംഭവങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പം ഞാൻ അറിഞ്ഞെടുത്തോളം, ഇപ്പോഴല്ല എന്നോട് പറഞ്ഞിട്ടാണ് കേട്ട കാര്യങ്ങളൊക്കെ. ഇതൊരു രസമുള്ള കാര്യം വെച്ചാൽ റേപ്പിംഗ് വളരെ കുറച്ചേ നടന്നിട്ടുണ്ടാവുള്ളൂ, ഉണ്ടാവും സാധ്യത. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം എന്നോട് പറഞ്ഞ രസകരമായ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പരസ്പരം സഹകരണം, ആ സഹകരണത്തോട് തന്നെയാണ് പലതും നടന്നിട്ടുള്ളതെന്ന് ആലോചിക്കണം. പക്ഷെ ഇപ്പോൾ ഈ കമ്മീഷന് മുമ്പിൽ ഇത്ര എല്ലാവരും ഒരേ സ്വരത്തിൽ ഞങ്ങളെ അങ്ങനെ വേട്ടയാടി ഇങ്ങനെ വേട്ടയാടി എന്നൊക്കെ പറയുമ്പോൾ ആ റിപ്പോർട്ട് കറക്റ്റ് വരണം എന്ന് പറയാൻ കാരണം, ഇവിടെ നമ്മൾ നോക്കുക, നടിപീഡന കേസ് എടുക്കുക. നടിപീഡന കേസിൽ നടിയുടെ ആ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ഇന്ന ആൾക്കാർ, ദിലീപ് അടക്കമുള്ളവരുടെ പേര് പറഞ്ഞു. ജയിലിൽ ശിക്ഷിച്ചു, ഞങ്ങളടക്കമുള്ള മാധ്യമം എഴുതി. ഇപ്പോൾ ആ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ പേര് പറഞ്ഞിട്ടുണ്ട് എവിടെ? പിന്നെ ഉണ്ണിമുഖത്തിനെടുക്കുക. ഉണ്ണിമുഖത്തിൻ്റെ വേറൊരു ആർട്ടിസ്റ്റ് എന്തോ വിമർശിച്ചു പറഞ്ഞിട്ട് അയാളുടെ പേരിലും കേസ് വന്നേ നടന്നത്. പിന്നെ നമ്മുടെ വേറൊരു നടനും നിർമ്മാതാവുമായ കൊല്ലംകാരൻ്റെ പേരിൽ വന്നൊക്കെ ഇങ്ങനെ കുറേ പേര് വരുന്നത്. അതായത് സ്ത്രീകൾക്ക് അനുകൂലമാണ് നിയമം എന്നുള്ള തോന്നലുണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നപ്പോൾ ആർക്കും എന്തും പറയാവുന്നൊരവസ്ഥ ഇല്ലേ എന്ന് ചോദിച്ചവരുമുണ്ട്. അപ്പം ഞാനിത് ആര് ചെയ്തു എന്തു ചെയ്തു എന്നുള്ളതല്ല, ഭൂരിഭാഗം പേരും അഭിനയിക്കാൻ വരുമ്പോൾ, അതായത് ഇതൊരു ചക്കരക്കുടമായിട്ട് തന്നെ അവർ ചക്കരക്കുടം കൊണ്ടാണ് വരുന്നത്. ഈ ചക്കരക്കുടം വെച്ചാൽ പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം പറയാം. മദ്രാസിൽ ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് നിൽക്കുമ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഒരു അമ്മയും മകളും വന്നു. അപ്പോൾ അവർ വന്നിരിക്കുന്നത് അന്ന് ഭാഗ്യരാജിൻ്റെ ധാവണിക്കനവുകൾ എന്നുള്ള ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ധാവണിക്കനവുകളിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോടൊറ്റ കാര്യം, നിങ്ങൾ സത്യത്തിൽ ഈ സിനിമയുടെ ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ വന്നിട്ടുള്ളത്? മകളാണ് ചീത്തയാവും അങ്ങനെയും കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഇട്ടിച്ചു പോയി, സാറേ ഞങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് ഒന്നും ഇപ്പോൾ ഞങ്ങൾ സാംബശിവൻ്റെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ട്. അതിന് സാംബശിവൻ കഥാപ്രസംഗം ചൊല്ലു സ്ത്രീ വെച്ചാൽ ഈ തെറ്റ് ചെയ്താൽ ഒന്ന് പുഴയിൽ സോപ്പ് തേച്ച് മുങ്ങി കുളിച്ച് ഫ്രഷായി എന്ന് പറഞ്ഞ പോലെയാണത്. ഇത് അവസരം കിട്ടും, പണം കിട്ടും, ഇതൊക്കെ കിട്ടും, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെന്ന് അന്ന് അവർ പറഞ്ഞു എന്ന്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കും. അത് അവരുടെ വിധി പൊക്കോട്ടെ, നമുക്ക് ആരെയും രക്ഷിക്കാന്നുള്ളതല്ല. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ടാണോ വന്നില്ല ഈ ചതിയിൽ പെടുന്നു? അവരെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ആലോചിക്കണം. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ആലോചിക്കേണ്ടത്, ഈ നടക്കുന്ന സംഭവങ്ങളിൽ കുറേ ശതമാനം, എല്ലാവരും എന്ന് ഞാൻ പറയില്ല, കുറേ ശതമാനം അവരുടെ അമ്മ അറിഞ്ഞിട്ടാണ് ചെയ്തത്. ശരിക്കും അമ്മയാണ് മുൻകൂർ താല്പര്യമെടുത്തിട്ടാണ് പലരെയും കൊടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ നിലയ്ക്കണം. അപ്പോൾ ഞാനത് വായിച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ അവർ ചോദിച്ചൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരാളുടെ കൂടെ അച്ഛന്മാർ വന്നിട്ടുണ്ടോ?
ഞാൻ വെച്ചു ശരിയാണല്ലോ, അപൂർവം ചില ആൾക്കാർ കൂടെ അച്ഛന്മാർ, ബാക്കിയല്ല അമ്മമാരാണല്ലോ വരുന്നത്. അച്ഛന്മാർ ഇത്ര അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കില്ല. അവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും അച്ഛന്മാർ ഇത്തരം നെറിവുകേടുകൾക്ക് കൂട്ടു നിൽക്കില്ല. എന്നാൽ അമ്മമാർ പലരും അങ്ങനെയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അതിലുള്ള സംഭവങ്ങളാണെന്ന് ആലോചിക്കണം. അപ്പോൾ അവർ പോയിട്ട് ബലാത്സംഗം ഇന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആയിരുന്നില്ല ആദ്യകാലങ്ങളിൽ കുറേ കാര്യങ്ങൾ നടന്നത്. ഇപ്പോൾ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ ഡിസ്കഷൻ എന്ന് പറഞ്ഞു പോകും. ആ ഡിസ്കഷൻ ഒരുപക്ഷെ കേരളത്തിലാവണമെന്നില്ല, മറ്റ് സംസ്ഥാനത്തായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏതെങ്കിലും സുഖവാസ കേന്ദ്രത്തിലായിരിക്കാം. അവർ ഈ പുതിയ ആർട്ടിസ്റ്റിനെയോ വരാൻ പോകുന്ന നായിക ആരായാലും പഴയതോ പുതിയതായാലും വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കും. അതിന് വേറെയും കാര്യമുണ്ട് കേട്ടോ. വേറെ രസകരം വെച്ചാൽ ഇപ്പോൾ മിക്കവർക്കും ഫ്രഷാണല്ലോ വേണ്ടത്. അപ്പോൾ അതിലൊരു കോഡ് ഭാഷയുണ്ട്. അത് ഞാൻ അറിഞ്ഞത് അത് മലയാള സിനിമയിലെ ഒരു നല്ല കോമഡി കൂടി അഭിനയിച്ച നടനാണ്. അദ്ദേഹം ഇപ്പില്ല എന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഷൂട്ടിംഗ് ചെന്നു. അത് തിരക്ക് പിടിച്ച സമയമാണ്. അതായത് യാത്ര ചെയ്ത് വന്നു, ഒന്ന് വിശ്രമിക്കണം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അപ്പോൾ പ്രൊട്ടക്ഷനിലെ ആൾക്കാരെ വന്നു, സാറേ ഇന്ന് സാറിന് രാത്രി കഴിക്കാൻ എന്താ വേണ്ടത്? അപ്പോൾ കഴിക്കാൻ പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് കുറച്ച് പൊടിയരിക്കഞ്ഞി കിട്ടിയേക്കൊള്ളാന്ന് പറഞ്ഞു. ചോദിച്ചു പൊടിയരിക്കഞ്ഞി ഇപ്പോൾ അവിടെ പൊടിയരി കഴിഞ്ഞ് കുറേ ദൂരം പോകണ്ടേ? എന്നിട്ടും അവൻ പൊടിയരിക്കഞ്ഞി സംഘടിപ്പിച്ചു, ഇങ്ങനെക്ക് കഞ്ഞി വെച്ച് കൊടുത്തപ്പോൾ ഇയാൾ വയലൻ്റായി. ഇതാണോടാ അതിൻ്റെ പൊടിയരിക്കഞ്ഞി? എടാ പൊടിയരിക്കഞ്ഞി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയൂ, ഫ്രഷായിരിക്കണം. അതൊരു പ്രായപൂർത്തി ആവണം കേട്ടോ. പ്രായപൂർത്തിയായില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കേസിൽ പോകും. അപ്പോൾ പ്രായപൂർത്തിയാവും വേണം, അത് ഫ്രഷായിരിക്കണം. അതിനാണ് ഞങ്ങൾ പൊടിയരിക്കഞ്ഞി എന്ന് പറയുക. മറ്റത് കുറേ ഇങ്ങനെ കിടന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കലാപരിപാടിയൊക്കെ നടത്തിയിട്ടുള്ളതാണെങ്കിൽ അതിനെ പറയുന്നതാണ് നെടിയേരി എന്ന് പറയുന്നത്. മനസ്സിലായുള്ള ഇനിയെങ്കിലും ഇതിപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ പറ്റില്ല, എന്നേക്കാൾ യോഗ്യന്മാർ ഈ കാര്യത്തിലുണ്ടായിരിക്കും. അവരിങ്ങനെ പറയുമ്പോൾ നീ ഇതുമാതിരി കഞ്ഞി വെച്ച് കൊണ്ടുവെക്കരുത്. ഇത്രയും തമാശകൾ മുഖേനുള്ള കാര്യങ്ങൾ, ഇത് തമാശയാണെങ്കിൽ പോലും ഇത്രയും പ്രയോഗങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് സംഭവങ്ങളാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെയും കുറേ നടന്നിരുന്നാലോചിക്കണം. പിന്നെ ഷൂട്ടിംഗ് കഴിയുമ്പോൾ അന്ത്യത്തെന്ന് അറിയാം, ഷൂട്ടിംഗ് എന്ന് തീരണമെങ്കിൽ ചിലർ മദ്യപിക്കുന്ന ആൾക്കാരെന്താ ചെയ്യുന്നത്? ഇന്ന് ആരൊക്കെ മദ്യപിക്കുന്നുണ്ട്? 4-5 പേരുണ്ട്. 5 പേരുന്ന് കാശ് മേടിക്കും, ഒരുത്തിന് വീടുണ്ടേ മറ്റേ സിവിൽ സപ്ലൈസ് അടയ്ക്കുന്നതിന് മുമ്പ് കുപ്പി മേടിച്ചിട്ടുക, അല്ലെങ്കിൽ ബാർ അടയ്ക്കാൻ മേടിക്കുക, ഇങ്ങനെ അത് മദ്യപിക്കാൻ പോകും. മറ്റ് കലാപരിപാടിയുള്ളവരാണെങ്കിൽ അങ്ങനെയും പോകും. അതിൽ ഞാൻ നിൽക്കലെ തന്നെ ഒരു പ്രമുഖ നടൻ, അത് രസകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പിന്നെ ചേച്ചി സുഖല്ലേ? ചേച്ചി ആണല്ലോ. അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോവാണ്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയണം, നല്ല ഭക്ഷണമുണ്ട്, കിട്ടിയില്ലേ പറയണം, താമസസൗകര്യം വേണം, ഇതെല്ലാം പറഞ്ഞു പോയിട്ട് പതുക്കെ ഇങ്ങനെ നടന്ന് ഒരു ചെറിയ നടിയിലെ എടുത്ത് എന്നിട്ട് പറഞ്ഞു, ചേട്ടൻ വരട്ടെ മോളെ എന്ന് പറഞ്ഞു. ഓക്കെ ചേട്ടാ കഴിഞ്ഞു, ഇത് വേറെ ആരും കേൾക്കല് പറഞ്ഞു. അങ്ങനെയും നടക്കുന്നുണ്ടെന്ന് ആലോചിക്കും. പിന്നെ നമ്മൾ അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ അമ്മ നടികളിൽ ചിലരുണ്ടെന്ന് ആലോചിക്കണം. ഈ അമ്മ നടികളിൽ ചിലരെന്ന് പറഞ്ഞാൽ ഒരു പ്രമുഖമായ നടി അവരിപ്പോൾ ഇല്ല. അവരാണ് പല നടികളെയും, പുതിയതായിട്ടുള്ള പല നടികളെയും ഇങ്ങനെ പ്രലോഭിപ്പിച്ചിട്ട് ആഗ്രഹങ്ങൾ കൊടുത്ത് അങ്ങനെ കുറച്ച് ഇങ്ങനെ പല ഭാഗത്തും നടക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. ഈ പല ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒന്നും നടക്കുന്നില്ല എന്നല്ല, അതിൽ സമ്മതിക്കാത്തവരുണ്ട്, കീഴടങ്ങാത്തവരുണ്ടെങ്കിൽ അവരപ്പം തന്നെ പറഞ്ഞു വിടുന്നായിരിക്കണം. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ റിപ്പോർട്ട് പ്രകാരം നമ്മൾ അറിയുന്നത് എങ്ങനെയാണത്? ഈ റിപ്പോർട്ട് പ്രകാരം അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ തീവ്രമായിട്ടുള്ള സംഭവങ്ങൾ ഭീഷണിപ്പെടുത്തി നടത്തി എന്നുള്ളതാണ്. ഇനിയത്തെ സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോൾ WCC നടിപീഡന കേസിന് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ WCC പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനൊരു അന്വേഷണം വെച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ ഇത് ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ 3 പേര്, ഹേമ കൂടാതെ 2 പേരും കൂടി ഉള്ളൂ. വത്സലകുമാരി IAS, പിന്നെ നമ്മുടെ 3 പ്രാവശ്യം ഉർവശി നേടിയ ശാരദ, ഇങ്ങനെ 3 പേരുള്ളതെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ അന്വേഷണം തുടങ്ങിയപ്പോൾ ഇവരാരും വിചാരിച്ചിട്ട് ഇത്രയും വലിയ സംഭവമാണ് എന്ന് അവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം എനിക്കായാലും നിങ്ങൾക്കായാലും പരിചയമുള്ള ആൾക്കാരുണ്ടായിരിക്കും. എങ്ങനെയുണ്ടൊക്കെ അല്ലെ ചോദിക്കുക, എങ്ങനെയുണ്ട് ഈ അന്വേഷണം തുടങ്ങിയിട്ട്? അപ്പോൾ അയ്യോ പെട്ടുപോയി. കാരണം ഇത് അന്വേഷിച്ചപ്പോൾ നമ്മൾ ഈ ഭൂതം വളർന്ന പോലെയാണ് സംഭവങ്ങൾ. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരാണ് ഇതിൽ പെട്ടിരിക്കുന്നത്.
എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കമ്മീഷൻ മെമ്പർ പറഞ്ഞ കാര്യം പറഞ്ഞെന്നാണ് പറയുന്നത്. അവർ പറഞ്ഞെങ്കിലും അത് മറ്റാൾക്ക് ചോർത്തി കൊടുത്തു. ചോർത്തി കൊടുത്തിട്ട് ഇവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, ഈ മെമ്പർക്ക് അംഗത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ചോദിച്ചു, എങ്ങനെയൊക്കെ ഉണ്ട്, വെറുതെ ആരുടെയൊക്കെ പേരുണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാം, അതിപ്പോൾ നിയമപ്രകാരം വേണ്ട. അങ്ങനെ ചില ആൾക്കാരുടെ പേര് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പേരുകൾ പറഞ്ഞതുകൊണ്ട് മുൻകൂട്ടി അവർക്ക് സംരക്ഷണം ഉണ്ടായി. അതിൻ്റെ പേരിലേക്കാണ് റിപ്പോർട്ട് 1.5 വർഷത്തിന് കൊടുത്തപ്പോൾ ഈ ഗവൺമെൻറ് ഇത് തടഞ്ഞു വെച്ചതും പുറത്തു വിടാതിരിക്കാൻ. അത്രയും സ്വാധീനമുള്ളവരാണെന്ന് ആലോചിക്കണം. അപ്പോൾ സ്വാധീനമുള്ളവർ ആയിക്കോട്ടെ, കേസ് എന്തിലായിക്കോട്ടെ, നമുക്കിവിടെ പറയാനുള്ളതാണത്. നിങ്ങൾ മുമ്പ് ഇങ്ങനെ ഒരു നടിയോ ആയ സ്ത്രീയോ ഇങ്ങനെ എന്നെ പീഡിപ്പിച്ചു, എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം എന്ത് ചെയ്യിക്കും? അപ്പം അന്വേഷണം വരുന്നു. അന്വേഷണം വന്നിട്ട് അവർ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു, ജയിലിടുന്നു. ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നീതി എവിടെ എന്നുള്ളതാണ് ശരിക്ക്. അപ്പോൾ അല്ലാതെ നമ്മൾ സിനിമാ രംഗത്തെ മൊത്തം അടച്ച് ആക്ഷേപിക്കുന്നത് ശരിയല്ല. എല്ലാവരും മോശക്കാരാണെന്നും പറഞ്ഞ് ശരിയല്ല. എല്ലാ രംഗത്തും ഇത്തരം സംഭവങ്ങൾ നടക്കും. രാഷ്ട്രീയത്തിലില്ലേ, സാംസ്കാരിക രംഗത്തില്ലേ, ബിസിനസ് രംഗത്തില്ലേ, വ്യവസായശാലകളില്ലേ, ഏത് രംഗത്തായില്ലാത്ത. ഞാനിപ്പോൾ ആലോചിച്ച് പോകുന്നത് സഖാവ് EK നായനാർ പറഞ്ഞ കാര്യമാണ്. ഇങ്ങനൊരു പീഡന കേസ് മുമ്പുണ്ടായപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോൾ വളരെ തമാശക്കാരെന്ന് വെച്ചാൽ, എടോ ആണും പെണ്ണും ഉള്ളിടത്തല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക എന്ന് തമാശയ്ക്ക് അദ്ദേഹം പറഞ്ഞു. ഇത് വേറൊരാൾ പറഞ്ഞാൽ എന്തായിരിക്കും റേഞ്ച്? അപ്പോൾ തമാശയിൽ കൂടിയായാലും സത്യങ്ങൾ അന്ന് EK നായനാർ പറഞ്ഞു. ഇവിടെ നമ്മൾ സത്യം അറിഞ്ഞിട്ടും അതിന് വേണ്ടപ്പെട്ടവരെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ അത് പരസ്യമാക്കാനോ ശ്രമിക്കുന്നില്ല. ഞങ്ങൾ മുൻപും പറഞ്ഞതുപോലെ ഇതൊന്നും പരസ്യമാക്കില്ല. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് എന്നുള്ളതാണ്.